നമ്മുടെ ഓരോരുത്തരുടെയും ഈ ജീവിതത്തിൽ നമ്മൾ ഒരിക്കൽ പോലും പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും അള്ളാഹു നമുക്ക് നൽകാറുണ്ട്. ഇന്ന് ഞാനും നിങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പല സന്തോഷങ്ങളും പല സമാധാനങ്ങളും നമ്മൾ ചോദിച്ചിട്ടല്ല അല്ലാഹു തആല നമുക്ക് നൽകിയിട്ടുള്ളത്. കാരണം നമ്മോട് ചോദിക്കാതെ, നമ്മൾ പ്രാർത്ഥിക്കാതെ പല സന്ദർഭങ്ങളിലും പല സാഹചര്യത്തിലും അള്ളാഹു പലതുകൊണ്ടും എന്നെയും നിങ്ങളെയും സന്തോഷിപ്പിക്കുന്നുണ്ട്. അതിലേതെങ്കിലും ഒരു സന്തോഷം നഷ്ടപ്പെട്ടു പോകുക, അള്ളാഹു തന്നത് എന്തെങ്കിലും ഇല്ലാതായി പോകുക എന്നുള്ളത് ഒരുപക്ഷെ മറ്റുള്ളവർ നമ്മളെ വെറുക്കാനും നമ്മൾ സ്വയം ഒരുപാട് സങ്കടപ്പെടാനും അത് കാരണമാകാറുണ്ട്. ഉദാഹരണമായി, എന്റെയും നിങ്ങളുടെയും മേൽചുണ്ടിന്റെ നടുവിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ടായിരുന്നെങ്കിൽ നമ്മളെ ആളുകൾ ചിലർ വെറുക്കും, നമ്മളെ ദാമ്പത്യ ജീവിതത്തെ അത് ബാധിക്കും. ഇനി അങ്ങനെ ദാമ്പത്യ ജീവിതം തുടങ്ങി നമുക്കുണ്ടാകുന്ന മക്കളുടെ ജീവിതത്തെ പോലും ആളുകൾ ആ വൈകല്യത്തെയോ ആ നഷ്ടത്തെയോ ചൂണ്ടിക്കാണിച്ചിട്ടാണ് വിലയിരുത്താറുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും അള്ളാഹു നൽകുന്ന ഓരോ അനുഗ്രഹങ്ങളും അത് നീങ്ങിപ്പോകാതിരിക്കാൻ, അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നിങ്ങൾ കാവലായി എല്ലാ സെക്കൻഡും പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയെപ്പറ്റി മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, കാന മിൻ ദുആഇ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ പ്രവാചകൻ ജീവിതത്തിൽ പലപ്പോഴും നിത്യജീവിതത്തിലെ പല സന്ദർഭങ്ങളിലും പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥനയായിരുന്നു, അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക, ഇന്നി അഊദു ബിക, ഞാൻ നിന്നോട് കാവല് തേടുന്നു റബ്ബേ, നിന്നോട് ഞാൻ ശരണം തേടുന്നു റബ്ബേ, മിൻ സവാലി നിഅമതിക, നീ എനിക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോകാതിരിക്കാൻ, എനിക്ക് തന്നുകൊണ്ടിരിക്കുന്ന നിന്റെ സൗഭാഗ്യങ്ങൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ. അത് സമ്പത്താവാം, ആരോഗ്യമാവാം, കുടിക്കുന്ന വെള്ളമാകാം, ശ്വസിക്കുന്ന വായുവാകാം. ഇതെല്ലാം പടച്ച റബ്ബ് നമ്മോട് ചോദിക്കാതെ നമുക്കായി ഈ ലോകത്തൊരുക്കിയതാ. ഏതാനും ചില മാസങ്ങൾക്ക് മുൻപ് 6 മണിക്കൂർ നേരത്തേക്കുള്ള ഒരു ഓക്സിജൻ സിലിണ്ടറിന് 18,000 രൂപ കൊടുക്കാനില്ലാത്തതിന്റെ പേരിൽ 68 കുട്ടികൾ മരിച്ചൊരു രാജ്യത്താ ഞാനും നിങ്ങളും. പക്ഷെ ഇന്നുവരെ 24 മണിക്കൂറും ശ്വസിക്കുന്ന വായുവിന്റെ പേരിൽ അള്ളാഹു നമ്മളോട് കണക്ക് ചോദിക്കുകയോ ആ നിഅമത്തിനെ പറ്റി അള്ളാഹ് നമ്മളെ പ്രയാസപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല. മഹാനായ ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഏഴം, നിങ്ങൾ അറിയണം, അന്ന ലഫ്ള ഗാദവ മാ തസറഫ മിൻഹാ, അള്ളാഹുവിങ്കൽ നിന്നുള്ള നിഅമത്തുകളെ പറ്റി നിങ്ങൾ ചിന്തിക്കുമ്പോൾ അതെല്ലാം അള്ളാഹുവിങ്കലേക്ക് മടങ്ങുന്നുണ്ട്. തദുല്ലു അല തഹജ്ജുരി വതഹസ്സുനി വന്നജാതി, നിങ്ങളുടെ ഭൗതിക ലോകത്തും ആത്മീയ ലോകത്തും നിങ്ങൾക്ക് എന്ത് പുരോഗതിയുണ്ടെങ്കിലും അത് അള്ളാഹുവിങ്കലേക്കാ മടങ്ങുന്നത്. നിങ്ങൾ പണക്കാരനായോ അത് റബ്ബിന്റെ സൗഭാഗ്യമാണ്. നിങ്ങൾ ആത്മീയമായിട്ട് ഇസ്ലാമിന്റെ ചിന്തകൾക്കനുസരിച്ച് ജീവിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചോ അത് അള്ളാഹുവിന്റെ നിഅമത്താണ്. ഭൗതികമായും ആത്മീയമായും നിങ്ങൾക്ക് എന്ത് നിഅമത്തുകൾ കിട്ടിയാലും അതെല്ലാം മടങ്ങുന്നത് അള്ളാഹുവിന്റെ അരികിലേക്കാണ് എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ നിന്ന് മുൻഗാമികളായ പണ്ഡിതന്മാര് രേഖപ്പെടുത്തി തരുന്നു. ആലോചിച്ചു നോക്കൂ, ആ സൗഭാഗ്യത്തിലെ പകരം വെക്കാനില്ലാത്തൊരു സൗഭാഗ്യമാണ് ഇസ്ലാം. കാരണം ലോകത്ത് പടച്ച റബ്ബ് സ്വീകരിക്കുന്ന ഏക മതം അത് പരിശുദ്ധ ഇസ്ലാം മാത്രമാണ്. ജന്മനാ ഇസ്ലാം എന്ന മഹാസൗഭാഗ്യം ലഭിച്ചിട്ടും ആ പടച്ച റബ്ബിന്റെ ആ വലിയ സൗഭാഗ്യത്തെ പരീക്ഷണമാക്കി മാറ്റിക്കളയുന്നവരുണ്ട്. ഇസ്ലാം എന്നാൽ വലിയ ചട്ടക്കൂടാണെന്നും ഒരു മുസ്ലിമായി ജീവിക്കുക എന്നുള്ളത് വലിയ ത്യാഗമാണെന്നും ഒക്കെ ചിന്തിക്കുന്ന വ്യക്തികൾ ചിന്തിച്ചു നോക്കൂ, ഇസ്ലാമിന്റെ ഏതെങ്കിലും ഒരു ശൈലി മനുഷ്യ ജീവിതത്തിന്റെ പ്രകൃതിക്ക് യോജിച്ചതല്ല, കാലഘട്ടത്തിന്റെ അവസ്ഥകൾക്ക് പര്യാപ്തമല്ല എന്നിന്നുവരെ ഇസ്ലാമിന്റെ ഒരു ശത്രുക്കളും പറഞ്ഞിട്ടില്ല. മറിച്ച് അവരാരോപിക്കുന്നത് പെണ്ണുങ്ങൾ ശരീരം മറയ്ക്കുന്നു, സ്ത്രീകൾ തലമറയ്ക്കുന്നു,
പുരുഷന്മാര് താടി നീട്ടുന്നു എന്ന പ്രകൃതിപരമായ കാര്യത്തെ ചൂണ്ടിക്കാണിച്ച് ഇസ്ലാമിനെ കുറ്റപ്പെടുത്തുക എന്നതല്ലാതെ, അല്ലെങ്കിൽ ശരീരം ആളുകൾക്ക് കാണിച്ചു കൊടുക്കുന്ന രീതിയിൽ യൂറോപ്യൻ രാജ്യങ്ങളിലെ ജൂതന്മാരെയും ക്രൈസ്തവന്മാരെയും പോലെ ലെഗിൻസും ടൈറ്റ്സും ശരീരത്തിന്റെ നഗ്നത മാത്രം മറയ്ക്കുന്ന ഒരു തുണിക്കണ്ടം ധരിച്ചു നടന്നാൽ മതി, അത്ര മതി ഇസ്ലാമിൽ എന്ന് പറയുകയല്ലാതെ, ഇസ്ലാമിന്റെ ഏതെങ്കിലും ഒരു കാര്യം പ്രകൃതിക്ക് യോജിക്കാത്തതും സമൂഹത്തിനിടയിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നതും നാട്ടിലും രാജ്യത്തിലും കുടുംബത്തിലും അരാജകത്വം സൃഷ്ടിക്കുന്നതെന്ന് പോലും ഇന്ന് വരെ ലോകത്തൊരാളും വ്യാഖ്യാനിച്ചിട്ടില്ല. ഒരാളും അതിനെ ആ രീതിയിൽ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇസ്ലാം എന്ന മഹാസൗഭാഗ്യം അള്ളാഹ് നമുക്ക് തന്നു. പക്ഷേ ഇന്ന് ചിലർക്ക് ആ സൗഭാഗ്യം പോരാ. അവർക്ക് ഇസ്ലാമിനോട് വെറുപ്പ് തോന്നാൻ തുടങ്ങി. അതുകൊണ്ടാണല്ലോ മുസ്ലിം സമൂഹത്തിൽ നിന്ന് കൂടുതൽ യുക്തിവാദത്തിലേക്ക് അല്ലെങ്കിൽ നിരീശ്വരവാദത്തിലേക്ക് നമ്മുടെ ചെറുപ്പക്കാര് പോകാനുള്ള കാരണം. അള്ളാഹു ദുനിയാവിൽ ഒരു മനുഷ്യന് കൊടുക്കുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം ഇസ്ലാം എന്ന പരിപാവനമായ ആശയത്തിലും ആദർശത്തിലും ജീവിക്കാൻ സാധിക്കുക എന്നുള്ളതാ. കുടിക്കുന്ന വെള്ളം, നിങ്ങളുടെ ആരോഗ്യം, നിങ്ങൾക്ക് അള്ളാഹ് നൽകുന്ന ഓരോ സെക്കൻഡുകളും അള്ളാഹുവിന്റെ സൗഭാഗ്യമാണെന്നും അത് നീങ്ങിപ്പോകാതിരിക്കാൻ നമ്മളിൽ പലരും പറയുന്നത് പോലെ എന്തെങ്കിലും പടച്ച റബ്ബിനോട് ചോദിച്ചിട്ട് കിട്ടാത്തതിനല്ല നമ്മൾ നിരാശരാവേണ്ടത്. മറിച്ച് അള്ളാഹു നമുക്ക് തന്നതിൽ നിന്നും എടുത്തു കളയുന്നതിനെ പറ്റിയാ സങ്കടപ്പെടേണ്ടത്. ഈ കൈയിന്റെ 5 വിരലുകളിൽ ഒന്നെനിക്ക് വേണ്ടായിരുന്നു എന്ന് ചിന്തിച്ച് ഈ കൈയിന്റെ വിരലുകൾ മുറിച്ച് മാറ്റുമ്പോൾ മാത്രമേ ഈ വിരല് നമ്മളെ ജീവിതത്തിൽ ഉണ്ടാക്കിയ സ്വാധീനം നമുക്ക് ബോധ്യപ്പെടൂ. അല്ലാതെ ഈ 5 വിരലിലും 10 വിരലിലും എനിക്ക് സ്വർണം അണിയാൻ പടച്ചോൻ ഭാഗ്യം തന്നിട്ടില്ലല്ലോ എന്നല്ല നമ്മൾ സങ്കടപ്പെടേണ്ടത്. അള്ളാഹ് തന്ന ഏതെങ്കിലും ഒരു അനുഗ്രഹം നീങ്ങിപ്പോകുമ്പോൾ മാത്രമേ ആ അനുഗ്രഹം എത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ അതിന് മഹത്വം ഉണ്ടായിരുന്നു എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയുകയുള്ളൂ. അതുകൊണ്ടാണ് റബ്ബ് പഠിപ്പിച്ചതും നിങ്ങളെങ്ങാനും അള്ളാഹുവിന്റെ നിഅമത്തുകളെ പറ്റി എണ്ണമെടുക്കാൻ പുറപ്പെടുകയാണെങ്കിൽ ലാ തുഹ്സൂഹ, നിങ്ങൾക്കതിന്റെ എണ്ണമെടുക്കാൻ സാധിക്കുകയില്ല. ഇന്നല്ലാഹ ലഗഫൂറുർ റഹീം, അള്ളാഹു എല്ലാം പൊറുക്കുന്നവനും കാരുണ്യവാനുമാണ്. അതറിയണമെങ്കിൽ വാടക കൊടുക്കാത്തൊരു വീട്ടിൽ നിന്നും വാടക കൊടുക്കുന്ന ഒരു വീട്ടിലേക്ക് മാറി നോക്കണം. മാസങ്ങൾ വേഗം തീരും, ദിവസങ്ങൾ കണ്ണടച്ച് പുറക്കുന്ന വേഗതയിൽ പോകും. എന്റെ വീട്ടിൽ എനിക്ക് വാടകയില്ലെങ്കിൽ എന്റെ ഓരോ ദിവസത്തിന്റെ ആസ്വാദനവും അതിന്റെ ദീർഘവും മാസങ്ങളുടെ യാത്രയും എന്നെ ആശങ്കപ്പെടുത്തുകയില്ല. പക്ഷെ എന്റെ വീട് നഷ്ടപ്പെട്ടു നോക്കട്ടെ, ഏതെങ്കിലും ഒരു വീടിന് വാടക കൊടുത്ത് മാസം 10,000 കൊടുക്കുമ്പോഴേക്കും ഒന്ന് കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും അടുത്ത 10,000 ആള് വരുമ്പം നമ്മളറിയാതെ പറയാറില്ലേ, പടച്ചോൻ തന്നത് നീങ്ങിപ്പോകാതിരുന്നാ മതി, കൂടുതലൊന്നും അള്ളാഹ് തരണമെന്നില്ല. അള്ളാഹ് നമുക്ക് തന്നത് നീ നീക്കിക്കളയല്ലേ റബ്ബേ എന്ന് നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കേണ്ട കാലഘട്ടം. ഇന്ന് നമുക്ക് ലഭിക്കുന്ന പല അനുഗ്രഹങ്ങളും പലരുടെയും സ്വപ്നമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. വീടില്ലാത്തവരുണ്ട് ഈ കൂട്ടത്തിൽ, അല്ലെങ്കിൽ വാഹനമില്ലാത്തവർ, ആരോഗ്യമില്ലാത്തവർ, ഇപ്പോഴും നല്ലോണമൊന്ന് പ്രാഥമിക ആവശ്യമായ മൂത്രമൊഴിക്കാൻ പോലും ഒരുപാട് തവണ ബുദ്ധിമുട്ടുന്നവർ. ഇന്ന് നമ്മൾക്ക് ലഭിക്കുന്ന പല അനുഗ്രഹങ്ങളും ഒന്നിരുന്ന് മനസ്സംതൃപ്തിയോടെ നമ്മൾ നിർവഹിക്കുന്ന പ്രാഥമിക ആവശ്യം പോലും മറ്റൊരാളുടെ സ്വപ്നമാണ്. ഒരുപാട് ആളുകൾ മനസ്സിൽ ആലോചിക്കുന്ന സന്തോഷമാണ്. അതുകൊണ്ട് റബ്ബ് പഠിപ്പിച്ചതും നിങ്ങളുടെ മുൻഗാമികൾക്ക് കൊടുക്കാത്ത പലതും അള്ളാഹ് നിങ്ങൾക്ക് നേരെ വെച്ച് നീട്ടിയിട്ടുണ്ട്. ഒരു കാലഘട്ടത്തിൽ സാധാരണക്കാരായ ആളുകൾ അനുഭവിക്കുന്ന സുഖസൗകര്യങ്ങൾ, അല്ലെങ്കിൽ ഇന്ന് നമ്മളുടെ സാധാരണക്കാർ അനുഭവിക്കുന്ന സുഖസൗകര്യങ്ങൾ പണ്ട് കാലത്തൊക്കെ ധനാഢ്യർക്ക് മാത്രമുള്ളതായിരുന്നു. ഒരു റൂം ശീതീകരിക്കാൻ നമുക്ക് സെക്കൻഡുകൾ മതി. പക്ഷേ ഇരുമ്പിന്റെ അല്ലെങ്കിൽ ഈത്തപ്പനയുടെ ഓലകൾക്കുള്ളിൽ ജീവിച്ചും ഈ ലോകത്തോട് വിട പറഞ്ഞ മുൻഗാമികളെ ചിന്തിച്ചു നോക്കൂ. വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാനില്ലാതെ ഈത്തപ്പനയുടെ ഓല കടിച്ചു തിന്നേണ്ടി വന്ന ആ ജനതയ്ക്ക് മുൻപിൽ നിന്ന് ആധുനികവൽക്കരിക്കപ്പെട്ട ഫാസ്റ്റ് ഫുഡ് സംവിധാനത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹൃദയം തൊട്ട് റബ്ബിനോട് പറയണം, പടച്ചോനെ നീ തന്നതൊന്നും നീ നീക്കിക്കളയല്ലേ റബ്ബേ, എന്റെ ജീവിതത്തിൽ നീ തന്നൊരു നിയമത്തുകളും നീ നശിപ്പിക്കല്ലേ റബ്ബേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. ഒരു കാലഘട്ടത്തിൽ 3 മാസം കൊണ്ട് യാത്ര ചെയ്തത് 3 മണിക്കൂർ കൊണ്ട് നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കും. മക്കയിൽ നിന്നും മദീനയിലേക്ക് മിസ്അബ് റളിയല്ലാഹു അൻഹു യാത്ര ആരംഭിക്കുമ്പം അദ്ദേഹത്തിന്റെ കാലിനടിയിൽ ചെരുപ്പില്ല. ഈ തപ്പനയുടെ ഓലകൾ കാലിനടിയിൽ കെട്ടിവെച്ച് അർദ്ധനഗ്നനായൊരു വെറിയ മുണ്ടുമുടുത്ത് മദീനയിലേക്ക് പുറപ്പെട്ട അദ്ദേഹം ഇന്നത്തെ സാഹചര്യം അനുസരിച്ച്
650 കിലോമീറ്ററുകളിലധികം അദ്ദേഹം നടന്ന് മദീനയിലേക്ക് യാത്ര പുറപ്പെട്ടതാണ്. ഇന്ന് ആ മദീനയിലെത്താൻ ഒരു ദിവസത്തിലെ AC വോൾവോ ബസ്സിൽ 5 5.5 6 മണിക്കൂർ മതിയെങ്കിൽ നമുക്ക് പടച്ച റബ്ബ് ഓരോ ഘട്ടത്തിലും 1000 അനുഗ്രഹങ്ങൾ നൽകുന്നുണ്ട്, 1000 സമ്പത്തുകളല്ല നൽകുന്നുണ്ട്. ഈ ശരീരം പോലും ചിന്തിച്ചു നോക്കൂ. ഈ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു ചെറിയ പ്രയാസം നേരിട്ടാൽ നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അതിനുണ്ടാകുന്ന പ്രയാസങ്ങൾ പലപ്പോഴും പറയാറില്ലേ? 18 കൊല്ലത്തെ പ്രവാസ ലോകത്തെ സമ്പാദ്യം കൊണ്ട് ഈ നെഞ്ചിന്റെ ഉള്ളിലുള്ള ഒരു ചോരക്കഷണത്തിന്റെ മിടിപ്പ് നിയന്ത്രിക്കാൻ മനുഷ്യനെ കൊണ്ട് പറ്റുന്നില്ല. ഒരു മണിക്കൂറിൽ അല്ലെങ്കിൽ ഒരു നിമിഷത്തിൽ മിടിക്കുന്ന ഹൃദയത്തിന്റെ മിടിപ്പൊന്ന് തിരിച്ചു കിട്ടാൻ 3000 കോടി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും മനുഷ്യനെ കൊണ്ട് സാധിക്കുന്നില്ല. അതുകൊണ്ട് ഓരോ സെക്കൻഡും റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക. അല്ലാഹുവേ, എനിക്ക് നീ തന്നത് നീക്കിക്കളയരുത് റബ്ബേ. അങ്ങനെ നീങ്ങിപ്പോയാൽ പലതിന്റെ മുൻപിലും നമ്മൾ പരാജയപ്പെടും. തമാശക്ക് വേണ്ടിയെങ്കിലും പണ്ഡിതന്മാര് പറയാറുണ്ട്, കല്യാണം കഴിച്ച പുതിയാപ്പന്റെ അടുത്തുനിന്ന് മാസത്തിൽ 6000 കിട്ടിത്തുടങ്ങി. അയാൾ അത്യാവശ്യം പൊളിഞ്ഞ് കുത്തുവാള എടുത്തപ്പം 3000 കിട്ടുമ്പോ പെണ്ണുങ്ങൾക്ക് അയാളെ മതിയാവുന്നില്ല. വീട്ടിലെ ഉമ്മമാർക്ക് അയാൾ ഷണ്ടനായി, അല്ലെങ്കിൽ കുടുംബത്തിൽ അയാൾ വേണ്ടാത്തവനായി. പടച്ച റബ്ബേ, എന്റെ 6000-ന് 10000 കിട്ടുന്നതിന്റെ മുൻപ് എന്റെ 6000 ഒന്ന് നിലനിർത്താനുള്ള വകുപ്പ് എനിക്ക് ഉണ്ടാക്കി തരണേ റബ്ബേ എന്ന് പ്രാർത്ഥിക്കണം. എന്റെ ആരോഗ്യം നശിച്ചു പോകാതിരിക്കാൻ. എന്റെ കണ്ണിന് അപകടം പറ്റിയാൽ എന്റെ പെണ്ണിനെന്നെ വേണ്ടാതാകും. ഞാൻ വികലാംഗനായാൽ പലർക്കും എന്നെ വേണ്ടാതാകും. അതുകൊണ്ട് മിൻ സവാലി നിഅമതിക, നീ എനിക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ എന്നിൽ നിന്നും നീക്കിക്കളയല്ലേ റബ്ബേ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ മുൻഗാമികളായ ബനൂ ഇസ്രായേലിയർ അള്ളാഹുവിനോട് ചോദിച്ച ചോദ്യത്തെ പറ്റി റബ്ബ് പറയുന്നുണ്ട്. വആതാകും മിൻ കുല്ലി മാ സഅൽതുമൂഹു. അവർ ചോദിച്ചതെല്ലാം ഞാൻ അവർക്ക് കൊടുത്തു. അവർ ചോദിച്ചിട്ടാ ഞാൻ അത് കൊടുത്തത്. മേലനങ്ങാതെ ആകാശത്ത് നിന്ന് മന്നവ സൽവറക്കി കൊടുത്തു. 12 ഗോത്രങ്ങൾക്കും നീറുറവ വേണം എന്നവര് വാശി പിടിച്ചപ്പം 12 നീറുറവകൾ കൊടുത്തു. മേലനങ്ങാതെ ഭക്ഷണം കഴിച്ച് ചാരിക്കിടക്കുന്ന സപ്രമഞ്ചല കട്ടിലുകൾ വേണമെന്ന് പറഞ്ഞപ്പം ഞാനത് അവർക്ക് കൊടുത്തു. ഓരോന്ന് കൊടുക്കുന്ന സമയത്തും അവരുടെ സ്വഭാവത്തിൽ വ്യത്യാസം വന്നു. അൽ ഫദ്ലു ബിൻ നസ്ബി വൽ ഹസബ്. അവർ അമ്പിയാക്കളോട് തിരിച്ചു ചോദിച്ചു, ഇതൊക്കെ തരാൻ കഴിവുള്ളവര് ഞങ്ങളായതുകൊണ്ടാ ഞങ്ങൾക്കത് കിട്ടിയത്, അല്ലാതെ അള്ളാന്റെ പോരിശ കൊണ്ടല്ല. ഇന്ന് ചിലര് പറയാറില്ലേ, എന്റെ MBA അല്ലെങ്കിൽ എന്റെ ഡിഗ്രി, ഇന്ത്യ ബിസിനസ് മൈൻഡ് അല്ലെങ്കിൽ ഇന്ത്യ പരിശ്രമം അതുകൊണ്ട് കിട്ടിയതാ, ഞാൻ അധ്വാനിച്ചിട്ട് കിട്ടിയതാ, ഒരാളും വെറുതെ തന്നൊന്നും അല്ലല്ലോ എന്ന് നല്ല കാര്യത്തിന് ചോദിക്കുമ്പം മുടക്കം പറയുന്ന അതേ മനസ്സ് അന്ന് ബനൂ ഇസ്രായേലും പറഞ്ഞപ്പം പടച്ച റബ്ബ് അവരോട് പറഞ്ഞു, വഇൻ തഅദ്ദു നിഅമതല്ലാഹ് ലാ തുഹ്സുഹാ. നിങ്ങളെങ്ങാനും പടച്ച റബ്ബ് നിങ്ങൾക്ക് തന്നതിന്റെ എണ്ണം എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കതിന്റെ എണ്ണം എടുക്കാൻ സാധിക്കുകയില്ല. ഇന്നൽ ഇൻസാന ലളൂമുൻ കഫാർ. തീർച്ചയായും മനുഷ്യൻ നന്ദി കെട്ട വർഗം തന്നെ. അള്ളയാ പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ടാ പ്രിയപ്പെട്ടവരെ, നമ്മളെ ഓരോരുത്തരുടെ ജീവിതത്തിനും അള്ള തന്നത് പടച്ച റബ്ബിന് നീക്കിക്കളയാൻ നിമിഷങ്ങൾ മതി. അള്ള നൽകുന്ന അനുഗ്രഹങ്ങൾ ഒരിക്കലും നമുക്ക് പരീക്ഷണമായിട്ട് മാറാനും പാടില്ല. ഖാറൂനിന്റെ ചരിത്രം ഓർമ്മപ്പെടുത്തിയിട്ട് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് ഖാറൂനിനെ പടച്ച റബ്ബ് പണക്കാരനാക്കി. സാമ്പത്തികമായും ശാരീരികമായും അള്ളാഹു അദ്ദേഹത്തെ ആദരിച്ചു. വർഷങ്ങൾക്കപ്പുറം അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് അല്പം കൊടുക്കാൻ വേണ്ടി പടച്ച റബ്ബിന്റെ മലക്കുകളിലൂടെ അള്ളാഹ് കൽപ്പന കൊടുത്തപ്പം അന്ന് ഖാറൂൻ തിരിച്ചു പറഞ്ഞ മറുപടി, എനിക്ക് തന്നെ തികയുന്നില്ല, ഇതിന്റെ അധ്വാനം കൊണ്ട് കിട്ടിയതാ, എനിക്കിനിയും ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. എന്റെ ഒട്ടകങ്ങളെയൊക്കെ ഒന്ന് മാറ്റി ഒന്ന് ചുവന്ന കുടുമയുള്ള ഒട്ടകത്തെ വാങ്ങണം, ചുവന്ന ഒട്ടകങ്ങളെ മാറ്റി ഗർഭിണികളായ ഒട്ടകത്തെ കൊണ്ടുവരണം, ആടുകളെയൊക്കെ ഒന്ന് മാറ്റി എനിക്ക് വേറെ ചില ആടിനെ മുന്തിയനം ഇറക്കണം എന്നൊക്കെ ദുനിയാവിന്റെ പളവളപ്പിനെ പറ്റി സംസാരിച്ചപ്പോഴാ അള്ള കൊടുത്ത ആ സമ്പത്തിനെ ഭൂമി പളർത്തി പടച്ച റബ്ബ് നശിപ്പിച്ചു കളഞ്ഞതെങ്കിൽ ഈ ലോകത്ത് അള്ള നൽകുന്ന ഏത് നിഅമത്തും നിമിഷ നേരം കൊണ്ട് നശിപ്പിക്കാൻ പടച്ച റബ്ബിന് സാധിക്കും. അതുകൊണ്ട് പ്രാർത്ഥിക്കണം, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക. അല്ലാഹുവേ, നീ തന്ന നിഅമത്തുകൾ അങ്ങനെ നിലനിർത്തി തന്നാലും മതി റബ്ബേ. ഇപ്പം വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, പലർക്കും ജീവിതം അങ്ങനെ പോണുണ്ട്. ഒരു സുക്കേട് വന്നാൽ തീരാവുന്ന സന്തോഷം എനിക്ക് ഉങ്ങൾക്കുള്ളും. ഒരു പരിശോധനയിൽ തെളിയുന്ന ഒരു ചെറിയ കരട് മതി നിങ്ങളെ ജീവിതം അസ്വസ്ഥമാക്കാൻ. അതുകൊണ്ട് നാഥാ, നീ എനിക്ക് എന്റെ ജീവിതത്തിൽ ആ ഒരു സമാധാനം നീ എനിക്ക് നൽകണേ റബ്ബേ എന്ന് ഓരോ സെക്കൻഡും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. രണ്ടാമതായി റബ്ബിന്റെ ഓർമ്മപ്പെടുത്തൽ നീ ചോദിക്കണം, വതഹവ്വുലി
ആഫിയത്തിക, നിന്റെ ആരോഗ്യം നഷ്ടപ്പെട്ടു പോകുന്നതിൽ നിന്ന് നീ അള്ളാഹുവിനോട് കാവലിനെ തേടണം. കാരണം ഹിദായത്ത് തന്നാൽ, ഇസ്ലാം എന്ന അനുഗ്രഹം റബ്ബ് തന്നാൽ, പിന്നെ റബ്ബിന്റെ അരികിലുള്ള ഏറ്റവും വലിയ അനുഗ്രഹം ഒരു നല്ല ആഫിയത്ത, ഒരു ആരോഗ്യം നഷ്ടപ്പെട്ട പിന്നെ നമുക്ക് ഈ ദുനിയാവിൽ സമാധാനത്തോടെ ജീവിക്കാനുള്ള വകുപ്പുണ്ടാവൂല. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നുണ്ട്, അള്ളാഹ് അടിമകൾക്ക് കൊടുക്കുന്ന ആരോഗ്യം അള്ളാഹ്ക്ക് ഏത് സെക്കൻഡും തിരിച്ചെടുക്കാൻ സാധിക്കുമെങ്കിൽ ആ ആരോഗ്യം മനുഷ്യനെ എത്രമാത്രം അവനത് മഹത്വമായിരുന്നു എന്നറിയണേ. കിടന്ന കിടപ്പിൽ 4 ദിവസം കിടന്നാ മതി. ആ കിടന്ന കിടപ്പിൽ നമ്മളെ പുറംപൊട്ടാൻ തുടങ്ങും. വേറൊന്നും ചെയ്യണമെന്നില്ല. ആ കിടന്ന കിടപ്പിൽ നമുക്ക് ദുനിയാവ് ലോകം വെറുക്കപ്പെട്ടതായിട്ട് തോന്നും. ആ ലോകത്ത് നമ്മൾ ഒറ്റപ്പെട്ടവരെ പോലെ തോന്നും. നമ്മുടെ റൂമിൽ നമ്മൾ കൈയും കാലും അനക്കാൻ പറ്റാതെ കിടക്കുന്ന അന്ന് നമ്മൾ അറിയും അള്ളാഹ് തന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹം 2 കാലം കൊണ്ട് നടന്ന് ഈ ലോകത്തൊന്ന് കാണാൻ പറ്റുക, ഒന്ന് പള്ളിക്ക് പോവുക എന്നതായിരുന്നു ഏറ്റവും വലുതെന്ന് അവർക്ക് ബോധ്യപ്പെടും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ അദ്ദേഹത്തിന്റെ മിമ്പറിൽ കയറി നിന്ന് കരയാൻ തുടങ്ങി. സഹാബാക്കൾ ചോദിച്ചു, അബൂബക്കർ എന്തിനാ താങ്കൾ കരയുന്നത്? അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, കാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂൽ ഇതുപോലെ മിമ്പറിൽ കയറി ഒരു ദിവസം കരഞ്ഞു. സുമ്മ ബക, ആ കരച്ചിലിനിടയിൽ റസൂലുള്ള പറഞ്ഞൊരു വാക്കുണ്ട്, സലുല്ലാഹ അൽ അഫ്വ വൽ ആഫിയ, നിങ്ങൾ അള്ളാഹുവിനോട് വിട്ടുവീഴ്ചയും ആരോഗ്യവും ചോദിച്ചുകൊണ്ടേയിരിക്കണം. ഫഇന്ന അഹദലം യുഗ്തി ബഅദൽ യഖീനി ഖൈറൻ മിനൽ ഗാഫിയ, വിശ്വാസം കഴിഞ്ഞാൽ അള്ളാഹ് ഒരു അടിമക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയൊരു സന്തോഷം അല്ലെങ്കിൽ അനുഗ്രഹം അവന്റെ ആരോഗ്യമാ, അവന്റെ ആഫിയത്ത. ആ ആഫിയത്ത് നിലനിൽക്കാനും റബ്ബിനോട് നിങ്ങളത് ചോദിച്ചുകൊണ്ടേയിരിക്കണം. ഇന്ന് ആലോചിച്ചു നോക്കൂ, മാരകമായ ക്യാൻസർ ബാധിച്ച് വേദന കടിച്ചമർത്തി ജീവിക്കുന്ന 10,000 നമ്മൾക്കിടയിലുണ്ട്. ഒരു ചെറിയ പരിശോധനയിൽ അതിന്റെ തുടക്കം അറിയുമ്പോഴേക്കും ജീവിതം പോലും നഷ്ടപ്പെട്ടു പോയ ഒരുപാട് കുടുംബങ്ങളുണ്ട്. ആഴ്ചയിൽ 1-2 തവണ ഡയാലിസിസിന് വേണ്ടി നിശ്ചയിക്കപ്പെട്ട കുടുംബാണെങ്കിലോ, ഞാൻ ഇപ്പോഴും ഓർക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. നാടിനടുത്തുള്ള ഒരു കുടുംബത്തിൽ പുലർച്ചെ 1:30 മണിക്കാണ് ഇക്റ ഹോസ്പിറ്റലിൽ ഡയാലിസിസിന് സമയം കിട്ടിയത്. അത്രയേറെ രോഗികളുള്ളതിന്റെ പേരിൽ 1:30 എന്ന് ചിന്തിച്ച് 1 ഒരു ദിവസം ഇടവിട്ട് ആ കുടുംബത്തിൽ നിന്ന് 24 കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് ഇക്റ ഹോസ്പിറ്റലിൽ വന്ന് പുലർച്ചെ 1:30 ആ മനുഷ്യന്റെ ഡയാലിസിസ് നടത്തുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അള്ളാഹു നൽകുന്ന ആരോഗ്യത്തിൽ ഒരു ചെറിയ സങ്കടം തന്നാൽ ശരീരം പൂർണ്ണമായി തളർന്നുപോയി ഇപ്പോഴും കിടക്കുന്നവരുണ്ട്. ഈ ലോകം കണ്ടാസ്വദിച്ചു തീരുമ്പോഴേക്കും കണ്ണിന്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടവരുണ്ട്. പ്രിയപ്പെട്ട ആളുകളുടെ പരിചരണങ്ങൾ പോലും ഇല്ലാതെ വെന്റിലേറ്ററിൽ കിടക്കുന്നവരുണ്ട്. ശരീരത്തിന്റെ ജീവൻ നിലനിർത്താൻ വേണ്ടി കുഴലുകളിലൂടെ ഇപ്പോഴും ദ്രാവക രൂപത്തിൽ തൊണ്ടക്കെടുത്തൊരു തുള വെച്ച് ഉള്ളിലേക്ക് ഭക്ഷണം ഇറക്കി കൊടുക്കുന്നവരുണ്ട്. വയറ്റിലുള്ള ദഹനത്തിന് ശേഷം ഭക്ഷണം പോകാനുള്ള പ്രയാസത്തിന്റെ പേരിൽ വയറിന്റെ പൊക്കിള് ഭാഗത്ത് ഒരു ചെറിയ ദ്വാരം തുന്നിക്കെട്ടി അവിടെ മറ്റൊരു തരത്തിലുള്ള ഒരു വേസ്റ്റിന്റെ കവർ ഫിറ്റ് ചെയ്ത് ആ കവറിന് ദിവസം 600 രൂപ ചെലവിൽ സങ്കടപ്പെടുന്ന രോഗികളുണ്ട്. അങ്ങനെ പല രംഗത്തും ശരീരത്തിൽ ഒരു ചൊറി വന്നാൽ പോലും ആളുകൾ നമ്മളെ വെറുക്കും. അതുകൊണ്ടാണല്ലോ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് സോറിയാസിസിന്റെ അടയാളങ്ങൾ വരുമ്പോഴേക്കും ആളുകൾ വെറുക്കും. കൂടെ കിടക്കാൻ പെണ്ണു മടിക്കും, പപ്പാന്റെ അടുത്തേക്ക് വരാൻ മക്കള് മടിക്കും, സ്വന്തം സഹോദരന്റെ കൈപിടിക്കാൻ കുടുംബക്കാര് മടിക്കും. അതുകൊണ്ട് അള്ളാഹുവിന്റെ തിരുദൂതൻ ഓർമ്മപ്പെടുത്തി, നിങ്ങൾ റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. വത്തഹഫ്ഫുലി ആഫിയത്തിക, അള്ളാഹുവേ എന്റെ ആരോഗ്യം, എന്റെ ജീവിതത്തിന്റെ ആ ഒരു ഇസ്സത്ത് നീ നിലനിർത്തി തരണേ റബ്ബേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. നമ്മൾ ഓരോരുത്തരും പലപ്പോഴും ശ്രദ്ധിക്കാത്ത കാര്യങ്ങളാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ജീവിതത്തിലുള്ള ഒരു അനുഭവം സഹാബാക്കൾക്ക് വിശദീകരിച്ചു കൊടുത്തു കഥയായിട്ട്. അള്ളാഹു വെള്ളപ്പാണ്ടുകാരനും കഷണ്ടി ബാധിച്ച കണ്ണു കാണാത്ത 3 പേരുടെ അടുത്തേക്ക് ഒരു മലക്കിനെ പറഞ്ഞയച്ചു. അവരോട് ചോദ്യം ചോദിച്ചു, എന്താണ് വേണ്ടതെന്ന്. വെള്ളപ്പാണ്ടുകാരൻ പറഞ്ഞു, എന്റെ വെള്ളപ്പാണ്ട് മാറിക്കിട്ടണം. എന്നിട്ട് അദ്ദേഹത്തോട് വീണ്ടും ചോദിച്ചു, നിനക്ക് കൂടെ എന്തു വേണം? എനിക്ക് ഗർഭിണികളായ ഒട്ടകങ്ങളെ കിട്ടണം. അത് റബ്ബ് കൊടുത്തു. രണ്ടാമത്തവൻ കഷണ്ടിയെ പറ്റി സങ്കടം പറഞ്ഞു, അവന് തല നിറച്ചും രോമം കൊടുത്തു. കൂടെ അവന് ഗർഭിണികളായ പശുക്കളെയും കൊടുത്തു. മൂന്നാമത്തെ അന്ധന് അള്ള കാഴ്ചശക്തി കൊടുത്തു, കൂടെ കുറച്ച് ആടുകളെയും കൊടുത്തു. വർഷങ്ങൾക്കപ്പുറം തിരിച്ചു വന്നു നോക്കിയപ്പം
അള്ളാഹുവിന്റെ മലക്കുകൾ കണ്ടത് എല്ലാവരും കോടീശ്വരന്മാരായത്, നിറഞ്ഞു നിൽക്കുന്ന ഒട്ടകത്തിന്റെയും അല്ലെങ്കിൽ പശുവിന്റെയും ആടിന്റെയും നിറഞ്ഞു നിൽക്കുന്ന തോട്ടങ്ങളും കൂട്ടങ്ങളും. ഉടനെ വേഷപ്രസന്നനായി ഒരു ദരിദ്രന്റെ വേഷത്തിൽ വള്ളപ്പാണ്ടുകാരന്റെ അരികിൽ വന്ന് അള്ളാഹുവിന്റെ മലക്ക് ചോദിച്ചു, സഹോദര, ഞാൻ ക്ഷീണിതന, ഒരൊട്ടകത്തിന്റെ പാലൽപ്പം എനിക്ക് തരണം. അയാൾ എടുത്തു ചാടി. എനിക്കതിന് വേറൊരുപാട് കാരണങ്ങൾ അദ്ദേഹം നിരത്തി. അദ്ദേഹത്തിന്റെ ഇനിയും ആഗ്രഹിക്കുന്ന സ്വപ്നങ്ങളെപ്പറ്റി അദ്ദേഹം മുൻപോട്ട് പറഞ്ഞു. ഈ മനുഷ്യൻ തിരിച്ചു ചോദിച്ചു, നിനക്കത് റബ്ബ് തന്നതല്ലേ? അള്ള തന്നതല്ലാത്തതൊന്നും നിന്റെ ജീവിതത്തിലില്ലല്ലോ. അതിന് അദ്ദേഹം തിരിച്ചു പറഞ്ഞു, അല്ല, എന്റെ അധ്വാനം കൊണ്ട് എനിക്ക് റബ്ബ് അല്ലെങ്കിൽ അള്ളാന്റെ അനുഗ്രഹമായി 4 or 5 ഒട്ടകങ്ങളെ കിട്ടിയിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഞാൻ ഉണ്ടാക്കിയതാ, എന്റെ അധ്വാനം കൊണ്ടുണ്ടാക്കിയതാ. അള്ളാഹുവിന്റെ കൽപ്പന വന്നു മലക്കിനോട്, അവനോട് കളവ് പറയുകയാണെങ്കിൽ എല്ലാം നശിക്കുകയും അവന് വെള്ളപ്പാണ്ട് ഉണ്ടാവുകയും ചെയ്യട്ടെ എന്ന് പറയുക. ആ പറഞ്ഞ സെക്കൻഡിൽ ആദ്യ സമയത്ത് അവൻ എങ്ങനെയായിരുന്നു അതേ അവസ്ഥയിലേക്ക് മാറി. രണ്ടാമത്തെ പശുക്കാരനും മാറി. മൂന്നാമത്തെ ആട്ടിടയൻ ആ മനുഷ്യനോട് പറഞ്ഞു, അള്ള തന്നതേ എന്റെ കയ്യിലുള്ളൂ, എനിക്ക് പോലും നിയന്ത്രിക്കാൻ പറ്റാതെ ഇത് പെറ്റുവരുന്നത് പടച്ചോന്റെ ബർക്കത്ത് കൊണ്ടാ, നീ വേണ്ടതെടുത്തോ, എനിക്കെന്റെ കാഴ്ച തന്നെ വലുതാണെന്ന് അയാൾ പറഞ്ഞപ്പം ആ മനുഷ്യനെ ചൂണ്ടി ആ കഥ പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ള ദുനിയാവിൽ തന്നത് അള്ളക്ക് നശിപ്പിക്കാൻ സെക്കൻഡുകൾ മതി. ആ ബോധത്തോടെ ജീവിക്കുന്നവനാണ് ഒരു യഥാർത്ഥ വിശ്വാസി. ആഫിയത്തും ആരോഗ്യവും പടർന്നു പിടിക്കുന്ന പല സൂക്കേടുകളും നമ്മുടെ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു കുടുംബത്തിൽ ഒരു ചെറിയ അസുഖം, ഈ പറഞ്ഞതുപോലെ ഒരു നിത്യരോഗി ഉണ്ടായാൽ അതോടെ തീരും ആ കുടുംബത്തിന്റെ സമാധാനം. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഹോസ്പിറ്റലിൽ പോകേണ്ട കേസുള്ള കുടുംബമാണെങ്കിൽ അതോടെ തീരും നമ്മളെ സന്തോഷവും സമാധാനങ്ങളും ഒക്കെ. ഇതൊക്കെ ഇല്ലാതെ പടച്ചോൻ കൊണ്ടടക്കുന്നത് അള്ള നമ്മൾ ആദരിക്കുന്നത് കൊണ്ടാ, അള്ളാഹ്ക്ക് ഒരുപാട് നമ്മൾ ഇഷ്ടമുള്ളത് കൊണ്ടാ. പടച്ചോൻ എന്ത് തന്നിലാന്ന് ചിന്തിക്കുന്നതിന്റെ മുൻപ് അള്ള തന്നതൊക്കെ ഇപ്പോഴും ഞാൻ അനുഭവിക്കുന്നുണ്ടല്ലോ എന്ന സന്തോഷത്തോടെ അത് നീങ്ങിപ്പോകാതിരിക്കാൻ റബ്ബിനോട് പ്രാർത്ഥിച്ച് മുന്നേറുന്ന ഒരു നല്ല മനസ്സിന്റെ ഉടമയാണെങ്കിൽ മാത്രമേ ജീവിക്കുന്ന ഓരോ സെക്കൻഡും നമുക്ക് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റൂ. അല്ലാത്തവരോടും മനസ്സറിഞ്ഞ് റബ്ബ് തന്നതിനെ തൃപ്തിപ്പെടാതെ ആർത്തുപിടിച്ചവരോടും അവർക്ക് അള്ള എന്ത് കൊടുത്താലും മതിയാവൂല. അവസാനം സമ്പാദിച്ച സമ്പത്തുകൾ മുഴുവനും ആഫിയത്തിന്റെ നഷ്ടം കൊണ്ട് ഹോസ്പിറ്റലിൽ കൊടുക്കുമ്പോഴേ ജീവിക്കാൻ മറന്നോയവര്, സന്തോഷിക്കാൻ മറന്നോയവര്, ഒന്ന് സമാധാനത്തോടെ മക്കളെയും ഭാര്യന്റെയും കൂടെ ഒരു പിടി ഭക്ഷണം കഴിക്കാൻ പോലും നേരം കിട്ടാത്തവര് മുഴുവനും ഹോസ്പിറ്റലിൽ കൊടുക്കുമ്പോഴേ അവർക്ക് ജീവിതത്തിന്റെ മഹത്വം അറിയൂ. ആ കൂട്ടരിൽ പെട്ടുപോകാതിരിക്കാൻ റബ്ബിനോട് പ്രാർത്ഥിക്കുക, ജീവിതത്തെ ചിട്ടപ്പെടുത്തുക. അങ്ങനെയുള്ള യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹന്നാസ് ഉസൈക്കും സാനിയം ബിതഖ്വല്ലാഹ്. ജീവിതത്തിന്റെ ഒരു രംഗത്തും അള്ളാഹുവിനെ മറന്നു പോകരുതേ എന്ന് ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങളിൽ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. മൂന്നാമത്തെ പ്രാർത്ഥനയായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തി, വഫുജാഅത്തിൻ നിക്മതിക. അള്ളാഹുവേ, പെട്ടെന്ന് വരുന്ന ദുരന്തങ്ങളിൽ നിന്ന് നീ ഞങ്ങളെ കാക്കണം. കാരണം അപ്രതീക്ഷിതമായി പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. ചിലത് നമ്മളെ ഒരുപാട് സങ്കടപ്പെടുത്തുന്നതായിരിക്കും, നമ്മളെ ഒറ്റപ്പെടുത്തുന്നതായിരിക്കും, പല നിലക്കും നമ്മളെ അത് പ്രയാസപ്പെടുത്തുന്നതായിരിക്കും. അത് മരണമാകാം, അപകടമാവാം, സാമ്പത്തിക നഷ്ടമാവാം, പൊളിഞ്ഞ് അങ്ങേയറ്റത്തെത്തിപ്പോകുന്ന അവസ്ഥയാവാം. അങ്ങനെ എത്തിപ്പോയതിന്റെ പേരിൽ ഇപ്പോഴും എല്ലാം നഷ്ടപ്പെട്ട് നാട്ടിൽ നിന്നും മാറി നിൽക്കേണ്ടി വരുന്നവരുണ്ട്. ഒരു കാലത്ത് എന്തൊക്കെയോ കയ്യിലുണ്ടായിട്ടും ഇപ്പം ഒരു പിടി ഭക്ഷണം കഴിക്കാൻ ആളുകൾക്ക് മുൻപിൽ കൈനീട്ടി യാചിക്കേണ്ടി വരുന്നവരുണ്ട്. അതുകൊണ്ട് റബ്ബിനോട് പറയണം, നാഥാ, മറ്റൊരാളുടെ മുൻപിൽ എരന്നു നിൽക്കുന്ന ഒരവസ്ഥ അതെനിക്ക് വരുത്തല്ലേ റബ്ബേ. അത് എരന്ന് തിന്ന് ജീവിച്ചാസ്വദിച്ച ആളുകൾ വേറുണ്ട്, അതല്ല. മറിച്ച് അഭിമാന ബോധം കൊണ്ട് പടച്ചോനെ മറ്റൊരാളെ മുൻപിൽ കൈനീട്ടി ജീവിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകല്ലേ പടച്ചോനെ. നീ എന്നെ പണക്കാരനാക്കിയിട്ടില്ലെങ്കിലും കോടീശ്വരനാക്കിയിട്ടില്ലെങ്കിലും അപ്രതീക്ഷിതമായി തകർന്നു പോകുന്ന ഒരു ജീവിതത്തിന്റെ ആസ്വാദനത്തിലേക്ക് നീ എന്നെ കൊണ്ടുപോകരുത്. അങ്ങനെ ഒരുപാട് തരുമ്പം പിന്നെ അത് അള്ള എടുത്തു കളയുമ്പോൾ നമ്മൾ ഒറ്റപ്പെടും. അതിന്റെ പേരിൽ നമ്മളെ ആളുകൾ വെറുക്കും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചല്ലോ,
മരണം പോലും അപ്രതീക്ഷിതമായി കയറി വരുന്നതാണ്. നിങ്ങൾക്കറിയില്ല നാളെ എന്ത് സംഭവിക്കുമെന്ന്. പൈതലുകളായ മക്കളെ ഇപ്പോഴും അനാഥരാക്കിപ്പോയ വാപ്പാരുണ്ട്. സ്വന്തം മക്കൾക്ക് മുൻപിൽ രണ്ടുപേരും നഷ്ടപ്പെട്ടു പോയ കഥകളും നമ്മൾ വായിച്ചു. അപ്രതീക്ഷിതമായ ഒരു വിമാന ദുരന്തത്തിലൂടെ സഹോദരി അള്ളാന്റെ അടുത്തേക്ക് മടങ്ങിയപ്പം ജീവിതം ആസ്വദിച്ചൊരു പുതിയ കുടുംബത്തിലേക്ക് കാലെടുത്തു വെച്ച സഹോദരനെയും പടച്ചുറപ്പ് കൊണ്ടുപോയി. അത്ഭുതത്തോടെ മരണത്തിന്റെ മുൻപിൽ, പരീക്ഷണത്തിന്റെ മുൻപിൽ, പെട്ടെന്നുണ്ടാകുന്ന കെടുതികളിൽ, ദുരന്തങ്ങളിൽ നമ്മൾ കണ്ണു നിറഞ്ഞു നിൽക്കുകയുള്ളൂവെങ്കിലും നമ്മളെ ജീവിതത്തിൽ സംഭവിക്കുമ്പേ അതൊക്കെ എത്രമാത്രം വലുതായിരുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടും. റബ്ബിനോട് പ്രാർത്ഥിക്കണം, അല്ലാഹുവേ വഫുജാഅത്തി നിക്മതിക, ഒരിക്കലും അപ്രതീക്ഷിതമായി വരുന്ന ദുരന്തങ്ങളിൽ നിന്ന്. ഇപ്പോ ഈ കുതുബ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വീട്ടിൽ നിന്ന് ഫോണ് വരിക, നമ്മളെ മകൾ അല്ലെങ്കിൽ ഭാര്യന്റെ ഫോണ്. നമ്മളെ ചെറിയ പൈതലിന്റെ ശരീരത്തിലേക്ക് ചൂടുവെള്ളം വീണിട്ടുണ്ട് എന്ന് അറിഞ്ഞാൽ പോലും അതൊരു ദുരന്ത. ഇപ്പോഴും ഒരു മകന്റെ മുഖത്ത് ചൂടുവെള്ളം വീണതിന്റെ അടയാളം കൊണ്ട് 24-ാമത്തെ വയസ്സിൽ 26-ാമത്തെ വയസ്സിൽ പെണ്ണ് കിട്ടാതെ നടക്കുന്നുണ്ട്. പടച്ചോനെ, ദുരന്തങ്ങളിൽ നിന്ന് നീ എന്റെ കുടുംബത്തെയും എന്നെയും നീ കാക്കണം. അതോടൊപ്പം തന്നെ അല്ലാഹുവേ, എല്ലാ കോപങ്ങളിൽ നിന്നും, നിന്റെ കോപത്തിൽ നിന്ന് നീ ഞങ്ങളെ കാക്കണേ റബ്ബേ. കാരണം പടച്ച റബ്ബിന്റെ കോപം നമ്മളെ നേരെ വന്നാൽ പിന്നൊരിക്കലും അള്ളാഹുവിന്റെ അടുത്തേക്ക് സമാധാനത്തോടെ മടങ്ങാൻ സാധിക്കുകയില്ല. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തി, മനിൽ തമസ റിളല്ലാഹി, ആരെങ്കിലും അള്ളാഹുവിന്റെ തൃപ്തി നേടിയാൽ, തൃപ്തിക്ക് വേണ്ടിയിട്ടാണ് അവൻ പ്രവർത്തിക്കുന്നത്, ബിസഖത്തിൻ നാസി, അതിന്റെ പേരിൽ ജനങ്ങൾ അവനെ വെറുക്കുകയാണ്. അള്ളാന്റെ തൃപ്തിക്ക് വേണ്ടിയാണ് അവൻ അത് ചെയ്യുന്നത്, പക്ഷെ ജനങ്ങൾ അവൻ വെറുക്കുകയാണ്. എങ്കിൽ റളിയല്ലാഹു അൻഹു, അള്ളാഹു അവനെ തൃപ്തിപ്പെടുകയും ചെയ്യും. വഅർളാ അൻഹു നാസ, കാലക്രമേണ ജനങ്ങളെ കൊണ്ട് അവനായിരുന്നു ശരിയെന്ന് അള്ളാഹു അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്യും. അള്ളാഹു അവരെ ബോധ്യപ്പെടുത്തും അവനായിരുന്നു ശരിയെന്ന്. എന്നാൽ വീണ്ടും തിരുദൂതൻ പറഞ്ഞു, വമനിൽ തമസ റിളന്നാസി, ജനങ്ങളുടെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ് അവൻ എന്തെങ്കിലും പ്രവർത്തിക്കുന്നതെങ്കിൽ, ബിസഖത്തില്ലാ, അള്ളാഹിനെ വെറുപ്പിച്ചുകൊണ്ട്, അള്ളാഹുവിനെ വെറുപ്പിച്ചുകൊണ്ട് ജനങ്ങളെ ഇഷ്ടം കിട്ടണം, ജനങ്ങളെ തൃപ്തി കിട്ടണം. അതിനെന്തു വേണം? ഒരു വിഷയത്തിലും ഇടപെടാൻ തിന്നാ മതി. ആരെ വിഷയത്തിലും ഇടപെടണ്ട, എല്ലാരോടും ചിരിച്ചു കാണിക്കുക, എല്ലാരോടും പറയുന്നത് മൂളിക്കേൾക്കുക. ആരെന്ത് തോന്നിയാസം ചെയ്താലും ഞാൻ ഇതിലേക്കില്ല എന്ന് പറഞ്ഞാൽ ഓൻ സൽപ്പേര് കിട്ടും. എന്തുകൊണ്ടാ ഇവിടെയുള്ള ചിലർക്ക് ദുഷ്പേര് കിട്ടുന്നത്? എന്തുകൊണ്ടാ ചിലരുടെ പേരിൽ ആരോപണങ്ങൾ ഉണ്ടാവുന്നത്? എന്തുകൊണ്ടാ ചിലരുടെ പേരിൽ പെണ്ണുകേസ് വരുന്നത്? അറിയാം, അവനെ ഒതുക്കണം, ആളുകൾ ശത്രുക്കളാവും. എന്നാൽ വേറെ ചിലർക്ക് അതില്ല. അതിന്റെ എല്ലാരെയും തൃപ്തിപ്പെടുത്തണമെങ്കിൽ ഒരു വിഷയത്തിലും തലരണ്ട് അവനാന്റെ കാര്യം നോക്കി നടന്നാൽ മതി. അത് ദീനായാലും ദുനിയാവായാലും. അതുകൊണ്ട് പടച്ചോനെ, അള്ളാഹുവിനെ വെറുപ്പിച്ചുകൊണ്ട് ജനങ്ങളുടെ തൃപ്തി മാത്രം ആഗ്രഹിച്ച് ജീവിക്കുന്നവനാണെങ്കിൽ അള്ളാഹു പറയുന്നു, സഹിത്തല്ലാഹു അലൈഹി, അള്ളാഹു അവനെ വെറുത്തു തുടങ്ങിയെന്ന അതിന്റെ അർത്ഥം. ആ സ്വഭാവം അവനിലുണ്ടെങ്കിൽ അള്ളാഹ് അവനെ വെറുത്തിട്ടുണ്ട്, നാട്ടുകാരും അവനെ സ്നേഹിക്കുന്നുണ്ട്. ജനങ്ങളുടെ ഇടയിൽ അവനെ അപമാനിക്കുന്ന ഒരു ദിവസം അള്ളാഹു അവരെ ജീവിതത്തിൽ കൊണ്ടുവരും. അതുകൊണ്ട് റബ്ബിനോട് പ്രാർത്ഥിക്കണം, റബ്ബേ, ഒരിക്കലും നിന്റെ കോപത്തിൽ നീ ഞങ്ങളെ കാരണക്കാരാക്കരുത്. ഈ പ്രാർത്ഥന ജീവിതത്തിന്റെ ഓരോ സെക്കൻഡും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക വതഹവ്വുലി ആഫിയതിക വഫുജാഅത്തി നിക്മതിക വജമീഇ സഖതിക. ഈ പ്രാർത്ഥന നമ്മളും ഉരുവിടുക, ആവർത്തിക്കുക ഓരോരുത്തരും, മലയാളത്തിലെങ്കിലും. അത്രയേറെ പരീക്ഷണങ്ങളും സുക്കേടുകളും വർദ്ധിച്ചുകൊണ്ടിരിക്കുക. 10-ൽ ഇപ്പൊ കേസറാ, 1000-ൽ പേരറിയാത്ത സുക്കേടുകളാ. പല ഹോസ്പിറ്റലുകളിലും കൂടിക്കൂടി അറവുശാലകളായി മാറിക്കൊണ്ടിരിക്കുക. കേരളത്തിൽ വളരുന്നത് 2 പ്രസ്ഥാനങ്ങളാണെന്ന് തമാശക്ക് പറയാറുണ്ട്. ഒന്ന് ഫാസ്റ്റ് ഫുഡും ഒന്ന് ആശുപത്രി അരുതാലയങ്ങളും. ഇതിന്റെ രണ്ടിന്റെ ഉള്ളിലും കൂടുതലും ദുനിയാവ് മോഹിച്ച് ജീവിച്ച് മുൻപോട്ട് പോകുന്നവരാ. അതൊക്കെ അള്ളാന്റെ ഒരു പരീക്ഷണം തന്നെയാണ്. നമ്മൾ അള്ളാനെ മറന്നപ്പം പടച്ചോൻ കൊണ്ടെത്തിരുന്ന പരീക്ഷണങ്ങൾ. അതുകൊണ്ട് അള്ളാഹുവിന്റെ അരികിലേക്ക് ഹൃദയവും കർമ്മങ്ങളെ കൊണ്ടും റബ്ബിനെ തൃപ്തിപ്പെടുത്തുന്ന മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും ചെയ്തു കൂട്ടിയിട്ടുള്ള സർവ്വ പാപങ്ങളും പുറത്ത് നിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ അള്ളാഹുവേ നീ ഞങ്ങളെ ഒരുമിപ്പിച്ചു കൊണ്ടാണേ. മക്കളില്ലാതെ സങ്കടപ്പെടുന്ന ഇണകൾക്ക് മക്കളെന്ന അനുഗ്രഹം കൊടുത്ത് ഓരോ കുടുംബങ്ങളോടും നീ കാരുണ്യം കാണിക്കണം.